ഹായ് ഫ്രണ്ട്സ്, സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തന്നെ തേങ്ങ വറുത്തരച്ച് ചേർത്ത് കിടിലൻ ടേസ്റ്റിലൊരു സാമ്പാർ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റിൽ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് സാമ്പാർ പരിപ്പും 1/4 കപ്പ് ചുവന്ന പരിപ്പും ഇട്ടുകൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ വേവിച്ചെടുക്കുക. ഈ ഒരു രീതിക്കാണ് വേവിച്ചെടുക്കേണ്ടത്. 4 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും ഒന്ന് ഇളക്കി സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റിൽ തക്കാളി, അതുപോലെ 3 പച്ചമുളക്, ഒരു ഉള്ളി. തക്കാളി പുളിവെള്ളം ഒഴിക്കാത്തത് കാരണം 4 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്ന് ചേർത്ത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ്, മുരിങ്ങയും വെണ്ടയും ഒഴികെയുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കുക. ഞാൻ ഇവിടെ പൊട്ടറ്റോ, വെള്ളരി, പയർ, ബീട്രൂട്ട്, ക്യാരറ്റ്, പച്ചക്കായ, ചേന എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചേർത്ത് കൊടുത്ത് മുഴുവനായിട്ടും ഇളക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊന്ന് ഇതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം വെണ്ടയും മുരിങ്ങയും ചേർത്ത് കൊടുത്ത് ടോപ്പൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിമൊന്നും ഓണാക്കണ്ട. ബാക്കിയുള്ള പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കൊടുക്കൂലേ, അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ബാക്കി വേവും കൂടി ആയിക്കിട്ടും മുരിങ്ങയും വെണ്ടയും ആ ഒരു ടൈമിലേക്കും വെന്ത് കിട്ടും. അതും നല്ല പോലെ ഉടഞ്ഞു കിട്ടേണ്ട സാധനമല്ലല്ലോ. എന്തടി ഏകദേശം നമ്മുടെ വെജിറ്റബിൾസ് 1/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമുക്ക് വെണ്ടയും മുരിങ്ങയും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ ബാക്കി കുറച്ച് ഐറ്റംസും കൂടി ആവശ്യമുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് നോക്കുക. ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഒന്ന് വറുത്ത് കോരുക. അതിനുശേഷം ചെറിയുള്ളി, അതുപോലെ വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. 15 അല്ലി വെളുത്തുള്ളിയും 10 ചെറിയുള്ളിയും ഒന്ന് ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് ഈ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ കോരി മാറ്റുക. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിയില്ലേ, കൊത്തമല്ലി, അതൊന്ന് ചേർത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 4 5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുത്ത് കോരി മാറ്റാം. ഇതിൻ്റെ കൂടെ ചെറിയ ജീരകം ഇടണം കേട്ടോ. ഞാൻ അത് മറന്നുപോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിലാണ് ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തത്. ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം കൂടി ഒന്ന് വറുത്തെടുക്കുക. അതുപോലെ എരിവിനനുസരിച്ച് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വേറെ ഒരു മുളക് പൊടിയോ സാമ്പാർ പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഇടുന്ന നേരത്തെ ചേർത്ത് കൊടുത്ത പച്ചമുളകും അതുപോലെ ഈ ഒരു വറ്റൽമുളകും മാത്രമാണ് എരിവിന് നമ്മൾ ചേർക്കുന്നത്. ഇനി 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാതെ ഈ ഒരു ഗോൾഡൻ കളർ ആക്കിയെടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല സ്മൂത്ത് ആക്കിയിട്ട് തന്നെ അരച്ച് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ തേങ്ങ ഒഴിച്ചതിന് പുറമെയായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് താളിക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയാൽ കറിവേപ്പില ഇടുക. കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ വറ്റൽമുളക് ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയായാൽ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇന്നത്തെ റെസിപ്പി ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.